അല്ലാഹുവിന്റെ മുമ്പിൽ നീ കൈ നീട്ടുമ്പോ ആ കൈ വലിക്കുന്നതിന് മുമ്പ് അതിന് ഉത്തരം നിനക്ക് ലഭിക്കണോ? നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നീ കഴിക്കുന്ന ഭക്ഷണം ത്വയ്യിബത്താകണം. തേനീച്ചയെ പറ്റി എന്താ പറഞ്ഞത്? അക്കലത്ത് ത്വയ്യിബ. നമ്മളെ പറ്റി എന്താ പറയുന്നത്? നിങ്ങൾ നല്ലതേ കഴിക്കാവൂ. എന്റെ സഹോദരിമാര് കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ. സഹോദരിമാരെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, മുൻഗാമികളായ മഹിളാരത്നങ്ങൾ, പൂർവസൂരികളായ ധീരകേസരിമാരുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, അവര് ഭർത്താക്കന്മാരെ നേരം വിളിക്കുമ്പോ, പ്രഭാത സൂര്യനെ പൊട്ടിവിടരുമ്പോ, കിഴക്കന് ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമാകുമ്പോ, സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ജോലിക്ക് പോകുന്ന, തൊഴിലിന് പോകുന്ന, ഉദ്യോഗത്തിന് പോകുന്ന ഭർത്താവ്, ആ ഭർത്താവിനോട് മുൻഗാമികളായ മഹിളാരത്നങ്ങൾ പറഞ്ഞ വാക്ക്, കാസർഗോഡ് ജില്ലയിലെ ബേക്കലുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നാളത്തെ സുപ്രഭാതം മുതൽ പറയണം നിങ്ങളുടെ ഭർത്താക്കന്മാരോട്. എന്താ പറയേണ്ടതെന്നറിയോ? ഇയ്യാക വകസ്ബൽ ഹറാം. എന്റെ പ്രേമഭാജനമേ, എന്റെ രാജകുമാര, എന്റെ പ്രാണനാഥ, നിങ്ങൾക്ക് അധ്വാനിക്കാൻ ജോലിക്ക് വേണ്ടി പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹറാം ഞങ്ങൾക്ക് കൊണ്ടുതരല്ലേ, ഞങ്ങൾക്ക് ത്വയ്യിബത്തെ തരാവോ, ഞങ്ങൾക്ക് ഹലാലായതേ തരാവോ. എന്നിട്ട് ആ ഭാര്യമാര് പറയുമായിരുന്നത്രേ, ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാ, പക്ഷേ വലാ നസ്ബിറു അലന്നാ, അല്ലാഹുവിന്റെ തീ നരകത്തിന്റെ ചൂട് താങ്ങാൻ ഞങ്ങൾക്ക് പറ്റൂല, നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റൂല, ഞങ്ങൾക്ക് പറ്റും വിശന്ന് കിടക്കാൻ, വിശന്ന് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, അതുകൊണ്ട് ഹലാലല്ലാത്തത് കൊണ്ട് തരല്ലേ. ഇത് ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയണം. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് ഭാര്യമാരല്ലേ ഭർത്താക്കന്മാരെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്നത്, ലോണിട്ട് വീട് വെക്കുന്നത്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് പലിശ എന്ന് പറയുന്ന കുഴിയിൽ വീണ് പോകുന്നത്, ഹറാമിൽ വീണ് പോകുന്നത് ഭാര്യയുടെ കൈ കൊണ്ടല്ലേ. ഇതെന്റെ വാക്കല്ല, കാരുണ്യത്തിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ അജയ്യനായ നേതാവ് മുഹമ്മദ് മുസ്തഫ അവിടെന്ന് പറഞ്ഞു, കാന ഹലാഖുർ റജുലി അലാ യദൈ സൗജതിഹി. ലോകാവസാനം അടുക്കുമ്പോൾ, ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ, ഒരു മനുഷ്യന്റെ നാശം അവന്റെ ഭാര്യയുടെ കൈ കൊണ്ടാ. ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണത്? യുഅയ്യിറൂനഹു ബിളിഖിൽ മഈഷ. ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ പെണ്ണ് ഭർത്താവിനോട് പറയുമ്പോ അയാൾക്ക് പിന്നെ പലിശക്കാരനെ കാണേണ്ടി വരുന്നു, ബ്ലേഡുകാരനെ കാണേണ്ടി വരുന്നു, ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നു. മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ വിഴുങ്ങിയിരിക്കുന്ന ഒരു സംഗതിയാണ് ലോട്ടറി. ലോട്ടറി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സാക്ഷര കേരളമാണോ രാക്ഷസ കേരളമാണോ അറിയില്ല. കേരളത്തിലെ ഈ മുസീബത്തുള്ളൂ, തമിഴ്നാട്ടിലില്ല. പാലക്കാട് വാളയാറിലും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഭാഗങ്ങളിൽ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 35-40 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ആ തമിഴ്നാട്ടിന്റെ ബോർഡറിൽ ഒരുപാട് ലോട്ടറി കടകളുണ്ട്. കാരണം തമിഴന്മാരെടുക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ്, തമിഴ്നാട്ടിൽ കിട്ടൂല. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കർണാടകയിൽ പ്രസംഗത്തിന് പോയി. ആ കർണാടകത്തിലെ പ്രസംഗത്തിന് പോകുമ്പോ എന്നോട് അവിടുത്തെ സംഘാടകരും ഉസ്താദും കമ്മിറ്റിക്കാരും ഒക്കെ പറഞ്ഞത്, ഉസ്താദെ, ഞങ്ങളുടെ പള്ളി ഇരിക്കുന്ന കേരളത്തിലും പള്ളിയുടെ മദ്രസയും ബാത്റൂം ഇരിക്കുന്നതും കർണാടകത്തിലുമാണ്. കാരണം എന്താ? ബോർഡറിൽ അങ്ങനെ വരുമല്ലോ, കേരളവും അങ്ങനെ വരില്ലേ? അപ്പൊ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ആ പാലം കണ്ടില്ലേ? ആ പാലത്തിന്റെ ഇരുവശങ്ങളിലും രാത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. പകലാണെങ്കിൽ കാണാം, നീണ്ട നിരയാണ് ലോട്ടറി കടകൾ. കർണാടകത്തിൽ സാധനം ഇല്ലാത്തത് കൊണ്ട് കന്നഡക്കാര് മൊത്തം എടുക്കാൻ പറഞ്ഞ കേരളത്തിലാ അല്ലേ? ഇത് സമുദായത്തെ ഇന്ന് ത്രസിച്ച് അതിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ലോട്ടറി. എത്രയോ ഭാര്യമാരത് എടുത്തിട്ട് സൂറത്ത് യാസീന്റെ ഇടയിൽ കയറ്റി വെക്കും അടിക്കാൻ വേണ്ടി. ലോട്ടറി എടുത്താൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, 1 ലക്ഷം രൂപ അടിക്കുന്നവൻ 3 ലക്ഷം മുടക്കിയിട്ടുണ്ടാവും. അതിന്റെ മുദ്രാവാക്യം തന്നെ എന്താണ്? നാളെയാണ്, നാളെയാണ്, നാളെയാണ് എന്ന്. എന്നാലും ഇത് തന്നെയല്ലേ പറയാ, നാളെയാ, നാളെയാ, നാളെയാ. അപ്പൊ എന്നെങ്കിലും അടിച്ചാലോ? ആ അടിക്കുന്നതിന് മുമ്പ് ഇതിന്റെ 3 ഇരട്ടി അവൻ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് തന്റെ ഭാര്യയുടെ കൈ കൊടുത്താൽ പോരെ? അവള് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും പുതിയ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ പൈസ അതിനകത്തിടണം. ആരെങ്കിലും കൊടുക്കാതിരുന്നാൽ മതി, കൊടുത്താൽ അവനത് കൊണ്ടുപോകും. അത് വേറൊരു വിഷയം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാര് ഭർത്താക്കന്മാരോട് പറയേണ്ടത്, ഹറാമായ ഒന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരരുത്, ഞങ്ങൾക്ക് നിങ്ങൾ തരരുത്. ഇത് പറയാൻ ഒരു ഭാര്യ തയ്യാറാവണം.
എങ്ങനെയാ ഭാര്യമാര് തയ്യാറാവുക? ഒരു രസകരമായൊരു കാര്യം, നമുക്ക് രസമാണ്, പക്ഷെ അത് വലിയ കാര്യമുള്ള കാര്യമാണ്. എന്താണ്? മഹാനായ ഇബ്നു ജൗസി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവം. ഇബ്നു ജൗസി തങ്ങൾ പറയാണ്, ഒരു പെണ്ണ് മാവ് കുഴച്ചോണ്ടിരിക്കാൻ. ശ്രദ്ധിക്കണേ സഹോദരിമാര്, പ്രത്യേകിച്ച് ഒരു പെണ്ണ് മാവ് കുഴച്ചോണ്ടിരിക്കുമ്പോ അരിപ്പൊടി എടുത്ത് വെള്ളമൊഴിച്ചിട്ട് അതിനിങ്ങനെ കുഴച്ച് റൊട്ടി ഉണ്ടാക്കാൻ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, പെണ്ണേ നീ അറിഞ്ഞോ, നിന്റെ ഭർത്താവ് മരിച്ചിരിക്കാണ്, നിന്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുകയാണ്. ആ പെണ്ണെന്താ ചെയ്തതെന്നറിയോ? ആ ഭാര്യ പെട്ടെന്ന് കുഴച്ചുകൊണ്ടിരിക്കുന്ന മാവിൽ നിന്ന് കൈ വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞതെന്തെന്നറിയോ? അത് എന്റെ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് വരെ ഇതെനിക്ക് സ്വന്തമാണ്. കാരണം എന്റെ പ്രിയപ്പെട്ടവനാണ് എനിക്ക് തരേണ്ടത്. അയാള് തന്ന മാവ് ഞാൻ കുഴച്ച് റൊട്ടി ഉണ്ടാക്കാനിരുന്നതാ. പക്ഷെ എന്റെ ഭർത്താവ് മരിച്ചപ്പോ ഈ സ്വത്ത് ഭർത്താവിന്റെ അനന്തര സ്വത്തായി, തരിക്കത്ത് സ്വത്തായി. ഭർത്താവ് മരണപ്പെട്ടപ്പോ ഭർത്താവിന്റെ ശേഷിക്കുന്ന സ്വത്തുക്കളിൽ ഈ മാവും ഉൾപ്പെടും. ഇനി എനിക്കിത് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ പറ്റൂല. ഇതിന് 3-1 കൊടുക്കേണ്ടവരുണ്ട്, 4-1 കൊടുക്കേണ്ടവരുണ്ട്, 6-1 കൊടുക്കേണ്ടവരുണ്ട്. അതുകൊണ്ട് ഇനി അനുവാദമില്ലാതെ ഞാനത് തൊടൂല. ഇബ്നു ജൗസി തങ്ങൾ പറഞ്ഞ കഥയാ. ഭർത്താവിനെ കുടുംബ കോടതി കേൾക്കുന്ന പെണ്ണ് 15-20 പവനക്ക് കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണും ചെറുക്കനും തമ്മിൽ, ആ ഭാര്യയും ഭർത്താവും തമ്മിൽ, ആ ദമ്പതിമാരുടെ കുടുംബ ജീവിതത്തിന്റെ ശൈഥല്യത്തിൽ എപ്പോഴോ ഒരിക്കലും ഒഴിച്ചെല്ലപ്പെട്ട് ഡിവോഴ്സായി കഴിഞ്ഞാൽ ഏതോ ഒരു ദുർബല നിമിഷത്തെ ആ പെണ്ണും ആ ഭർത്താവും തമ്മിൽ അകന്നു പോയാ എനിക്ക് 101 പവനാണിട്ടത്, ഈ 101 പവനും ഇയാളെ തിന്നു എന്ന് കുടുംബ കോടതിയിൽ പറഞ്ഞിട്ട് പാവപ്പെട്ട ഭർത്താക്കന്മാര് പിന്നെ തെണ്ടി യാചിച്ച് നടന്ന് ഒപ്പിച്ച് പറക്കി കൊണ്ടുവന്ന് ഭാര്യയുടെ കൊണ്ടുപോ ആകെ നീ കൊണ്ടുവന്ന 15 പവന, ഇപ്പൊ നീ പറയുന്നു 100 പവനാണെന്ന്. എന്തായിരുന്നാലും 85 പവൻ നീ അധികം ഉണ്ട് എന്ന് വസൂലാക്കി പോട്ടെ, എന്നാലും നീ ഒന്ന് ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞ് നിന്റെ തലയിലേക്ക് വലിച്ചെറിയുമ്പോ ചിന്തിക്കണം, മാവ് കുഴച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഞാൻ മാത്രമേ ഉള്ളൂ ഭാര്യയായിട്ട്. ആ ഭാര്യ എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ്, എന്നോടുള്ള കടപ്പാടാണ് ഞാൻ കഴിക്കുന്നത്. ആ കടപ്പാടിൽ നിന്നപ്പുറത്ത് എന്റെ ഭർത്താവിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ഈ സ്വത്തില് അനന്തരാവകാശികൾ ഇപ്പൊ ആളുകൾ കൂടെയായി. അതുകൊണ്ട് ഇനി ആ തൊഴില എന്ന് പറഞ്ഞ ആ മഹിളാരത്നത്തിന്റെ ജീവിതത്തിന്റെ ത്യാഗം എന്റെ സഹോദരിമാരുടെ മനസ്സിലിരിക്കട്ടെ. ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, ഭർത്താവ് പറയാ ഭാര്യയും തമ്മിൽ ബന്ധം ഒഴിഞ്ഞു, ആവശ്യപ്പെടുന്നത് ഞാൻ അറിയാത്ത സ്വത്ത് മൊത്തം ആവശ്യപ്പെട്ടു. പിന്നെ അതിനൊരു കാരണം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഭർത്താവ് കല്യാണം കഴിക്കാൻ പോകുന്നവന്മാര് ഈ എരന്ന് വാങ്ങുമല്ലോ പെണ്ണിന്റെ ഒപ്പാട കയ്യിൽ നിന്ന്, അത്ര വേണം ഇത്ര വേണമെന്ന് പറഞ്ഞു. ഇവിടേക്ക് അത് കുറവാ. അള്ളാന്റെ തൗഫീക്ക് കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രഭാഷകന്മാർ വരുന്ന തെക്കന്മാരാ. അതാ പലരും പറയുന്ന തെക്കന്മാര് തട്ടമിട്ട ആളുകളാണല്ലോ കൂടുതൽ പ്രസംഗിക്കാൻ വരുന്നത്. ഏറ്റവും കൂടുതൽ ഈ സ്ത്രീധനമുള്ളത് റബ്ബിന്റെ തൗഫീക്ക് കൊണ്ട് അത് ഞങ്ങളൊക്കെ നാട്ടില, അതൊക്കെ ഞങ്ങളെ നാട്ടില കൂടുതൽ. അങ്ങോട്ട് പോയി എരന്ന് വാങ്ങാൻ എനിക്ക് ഇത്ര വേണം, 50 പവൻ വേണം, 75 പവൻ വേണം, 5 ലക്ഷം രൂപ വേണം. എന്തിനാ? കൂട്ടുകാരെ നാട്ടുകാരെ ഒക്കെ വണ്ടി വിളിച്ചിട്ട് തിന്നാൻ കൊണ്ടുപോകാനാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വാങ്ങിക്കും. ഇപ്പൊ സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ എത്ര മരണ ഈ കൊല്ലം നടന്ന 2023 എത്ര മരണോ നടന്നേ നമ്മൾ ആലോചിക്കണം. ഈ മരണം നടക്കുമ്പോ ചില വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്, മഹാന്മാര്. അവരൊക്കെ പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ കോലായിൽ ഇരുന്നിട്ട് ഇങ്ങനെ വലിയ ആവേശത്തോടെ പറയും, ഞങ്ങൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ചിലത് പറഞ്ഞ കേട്ടിട്ടില്ലേ? ഞങ്ങള് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന കേട്ടോ, എന്തോ അവിടെ മുമ്പ് കൊണ്ട് കൊടുത്തിരുന്നു, ഇപ്പൊ അതൊന്നും ആവശ്യപ്പെടുന്നില്ലെന്നല്ലേ തോന്നുന്നത്? നല്ലേ തോന്നുന്നത്. ഇസ്ലാമിന്റെ നയം എന്താ? നീ അങ്ങോട്ട് കൊടുക്കണം മഹർ, എന്നിട്ട് പെണ്ണിനെ കല്യാണം കഴിക്കണം. അതിന് ഈ അമ്മാവന്മാരെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഈ ഏറ്റവും കൂടുതൽ സമ്മതിക്കാത്ത പെണ്ണിന്റെ ഈ ചെക്കന്റെ വാപ്പയും മാമമാരും അമ്മാടെ ആങ്ങളമാരുമാണ്. ഇവിടെ എന്താണ് അതിന് പറയണ? അമ്മോഷന്മാരാ. അങ്ങനെയല്ല,
അപ്പൊ അവരാ സമ്മതിക്കാത്തത്. എടാ നിന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ അങ്ങോട്ട് കൊടുത്തില്ലേ, അത്രയെങ്കിലും നീ കൊണ്ടുവരണ്ടേ? അതാണ് സമ്പ്രദായം, അതാണ് സമ്പ്രദായം. ഈ പ്രായമുള്ള കാരണവന്മാര് പോയാൽ പെണ്ണിനെയും കാണൂല, ചെക്കനെയും കാണൂല. മുറ്റത്ത് നടന്നിട്ട് എത്ര പ്ലാവുണ്ട്, എത്ര തേക്കുണ്ട്, എത്ര ആഞ്ഞിലുണ്ട്, എത്ര മരമുണ്ട്, വീടെങ്ങനെ ഉണ്ട്, നാടെങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാ നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിലാ പ്രിയപ്പെട്ടവരെ ഇതുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിലാ. മാറിയേ പറ്റൂ. വേറൊരു വിഷയം ഞാൻ അവസാനം പറയുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇതിനിടയിൽ ഒരു ബക്കറ്റ് പോയി. അപ്പൊ ഞാൻ അത് പറഞ്ഞ എല്ലാവരും അങ്ങ് പോയാൽ അവർക്ക് ബക്കറ്റ് കളക്ഷനും ഇല്ലാതാവും. അതുകൊണ്ട് ആരാ ബക്കറ്റ് കൊണ്ടുവരും? ഒന്നാള് പോയാ ബക്കറ്റ് അനുവാദം ഇനി എപ്പോഴാണോ എടുക്കാം വരി ഇൻഷാ അല്ലാഹ്. സഹോദരിമാരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഹറാമായത് കഴിക്കേണ്ടി വരരുത്. ഹറാമായതൊന്നും നമ്മൾ കഴിക്കരുത്. തൊയ്യിബത്ത് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. തേനീച്ച എന്ന് പറയുന്നത് അക്കലത്ത് തൊയ്യിബ, അത് പരിശുദ്ധമായതേ കഴിക്കൂ. നമ്മളും അങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ, നമ്മളെ ഹജ്ജിന് പോകാത്ത കാരണം ചോദിക്കുമ്പോൾ ബേക്കിലാരെന്താ പറയുന്നത്? സാധാരണ മുസ്ലിങ്ങൾ പറയുന്നത് മോളെ കെട്ടിക്കാനുണ്ട് അല്ലേ, മോനൊന്നും ആയിട്ടില്ല ഇതുവരെ. സക്കാത്ത് കൊടുക്കാത്ത കാര്യം പറയുമ്പോൾ അത് തന്നെ, പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറയുമ്പോൾ അത് തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കാര്യമായ നിലയിൽ നല്ല ഒരു കളക്ഷൻ, വേറെ ഒരു പിരിവുമില്ല, ഒരു പിരിവുമില്ല. പെണ്ണുങ്ങളൊക്കെ പോയി ചന്തയിൽ പോയി എല്ലാ സാധനം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്, പൈസ ഒന്നും കാണൂല. ഏതായിരുന്നാലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉള്ളതൊന്നും സഹോദരിമാര് കൊണ്ടുപോകരുത് ഇൻഷാ അല്ലാഹ്. പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു 500 രൂപ ചിലർ എടുത്തിട്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിനപ്പുറം വേറൊരു നോട്ടില്ലല്ലോ അള്ളാന്റെ തൗഫീഖ് കൊണ്ടുപോയി ഇന്ത്യയിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉള്ള നല്ലൊരു ഹദിയ ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം. ചെറിയൊരു ബക്കറ്റാ, ഇത് നിറച്ചേരണം. ഒരുപാട് ചെലവൊക്കെ ഉള്ളതല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിടിക്കും ഉസ്താദ്മാരൊന്നും വാങ്ങരുത് ഇൻഷാ അല്ലാഹ്. എല്ലാ സ്ഥലങ്ങളിലും പോയി ഒരാളും കുറെ ഒഴിവാവാതെ എല്ലാവരും അതിനകത്ത് സഹായിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിച്ചോളി. നമ്മൾ എത്ര അമലുകൾ ഒഴിവാക്കുന്നതും നമ്മുടെ പരമ്പരകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. മക്കൾക്ക് വേണ്ടിയിട്ട് ഹജ്ജിന് പോകുന്നില്ല മക്കള് കാരണം. ഇന്നൽ ഔലാദ മബ്ഖലത്തുൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ബുഖിലിന്റെ ഏറ്റവും വലിയ കാരണം മക്കളാണ്. പൈസ കൊടുക്കാത്ത കാരണം എന്താണ്? മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുക. നമുക്ക് അൽഹംദുലില്ലാഹ് ഇപ്പൊ ഉണ്ടല്ലോ. ഇനി നമ്മളെ സേവ ചെയ്യണ ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, ഈ ഡേറ്റ് അടക്കം നിങ്ങൾ എഴുതി വെച്ചോ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലല്ലെങ്കിൽ, നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന തയ്യിബത്തല്ലെങ്കിൽ, ആ മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്ന സമ്പാദ്യം മുഴുവനും ഒരു നിമിഷം കൊണ്ട് ധൂമധൂളി പോലെ, ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ, ചേമ്പിലയിൽ വെള്ളമൊഴിയുന്നത് പോലെ ആ സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നൊരു സംശയം വേണ്ട. മഹാനായ അഹ്മദ് ബിൻ ഹഫ്സ് റളിയല്ലാഹു തആല അൻഹു, ശ്രദ്ധയോടെ ഇത് കേൾക്കണേ. അഹ്മദ് ബിൻ ഹഫ്സ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു മനുഷ്യന്റെ സക്കറാത്തിന്റെ വേളയിൽ അവിടെ ചെല്ലുകയാ. ആ മനുഷ്യന് സക്കറാത്തിന്റെ ഹാലിലാണ്. ആ പ്രിയപ്പെട്ട മനുഷ്യനോട് ചൊല്ലുന്ന അഹ്മദ് ബിൻ ഹഫ്സ് റളിയല്ലാഹു അൻഹു ഓടി ചൊല്ലുമ്പോ സക്കറാത്തിന്റെ ഹാലിൽ കിടന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് എന്തെന്നറിയോ? ലാ ഇലമു മിൻ മാലി ദിർഹമൻ മിൻ ഹറാം, എന്റെ സ്വത്തുക്കളിൽ ഒരു ദിർഹം പോലും ഹറാമില്ല. വലാ ദിർഹമൻ മിൻ ശുബ്ഹ, ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തതയില്ലാത്ത അവ്യക്തമായ സ്വത്തിൽ ഒരു ദിർഹം പോലും എന്റതില്ല. ഇത് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത്. ആ മനുഷ്യന്റെ അടുത്തിരുന്ന് അഹ്മദ് ബിൻ ഹഫ്സ് എന്നവർ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് സൂറത്തുൽ കഹ്ഫിലെ ഒരു ആയത്താ. കാരണം ഈ കിടക്കുന്ന വാപ്പയുടെ സക്കറാത്ത്, എന്റെ ജീവിതത്തിൽ എന്റെ സ്വത്തുക്കളിൽ ശുബ്ഹത്തിന്റെതോ ഹറാമിന്റെതോ ഒരു ദുർഗമില്ല എന്ന വാപ്പ പറഞ്ഞപ്പോ അഹ്മദ് ബിൻ ഹഫ്സ് എന്നവർ പറയുന്നു, അതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ മോനെ അല്ലാഹു ഉയർത്തിയത്, ഈ മനുഷ്യന്റെ മകനെ അല്ലാഹു ലോകമറിയപ്പെടുന്ന മോനാക്കിയത് കൊണ്ടാ. കാരണം ഒരു ദിർഹം ഹറാമില്ല, ഒരു ദിർഹമിന്റെ സ്വത്ത് ശുബ്ഹത്തുകളിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ പൊന്നുമോൻ അല്ലാഹു ഉയർത്തി. ആ പൊന്നുമോൻ ആരെന്നറിയോ? ഇവിടുത്തെ തബ്ലീഗ് അംഗീകരിക്കുന്ന, മുജാഹിദ് അംഗീകരിക്കുന്ന, ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്ന, സുന്നികൾ അംഗീകരിക്കുന്ന അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പ്രാമാണിക
പൗരാണിക ഗ്രന്ഥമേതാ? ബുഖാരിയിൽ ജനിച്ച മുഹമ്മദ് ബിൻ ഇസ്മാഈലുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയ. ആ പിതാവ് ദിർഹമോ ഒരു ദിർഹമോ ഒരു ദിർഹം ശുബഹത്തിന്റെ സ്വത്തോ ഞാൻ മരിച്ചപ്പോ എന്റെ കയ്യിലില്ല, എന്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. ഇത് പറഞ്ഞ വാപ്പാന്റെ മോനാരാ എന്നറിയോ? മഹാനായ സയ്യിദുനാ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു. ബുഖാരി ഇമാം ആയത് വാപ്പായും ഉമ്മായും കൊടുത്ത ഭക്ഷണത്തിന്റെ മേന്മയാണ്. മക്കള് പിഴച്ചു ഉസ്താദേ, ഒരു ചരട് ഓതി തരുവോ? വട ഓതി കെട്ടിയാ നിൽക്കൂലല്ലോ, ചങ്ങല ഓതി കെട്ടിയാ നിൽക്കൂലല്ലോ, പിന്നേലെ നൂല് ഓതി കെട്ടുന്നത്. കാരണം എന്താ? കൊടുക്കുന്നത് പലിശയുടെ പണം, ആൾക്കാരെ പറ്റിച്ച പൈസയാണ് മോന് കൊടുക്കുന്നതിന്. ഹറാമായ ഭക്ഷണം കൊടുത്താ പിന്നെ മോന് നൂലോതി കിട്ടുന്നത് എന്തിനാ നൂലിന്റെ പൈസ ഇവിടെ കളയണത്? വല്ല ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ഒരു ആയത്താണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് അഹ്മദ് ബിൻ ഹഫ്സം അവർ പറയാൻ കാരണം എന്തെന്നറിയോ? രണ്ടുപേര് നടന്നു വരികയാണ്. വിശപ്പ്, വല്ലാത്ത വിശപ്പ്, വിശന്ന് ദാഹിച്ച് പരവശരായി ആ നാട്ടുകാരടുത്ത് എന്നിട്ട് ചോദിച്ചിരി ഭക്ഷണം തരുമോ? ഓടിച്ചു വിട്ടു. ഇവിടെ ഭക്ഷണമൊന്നുമില്ല, ഓർഡറാന്ന് പറഞ്ഞു. ചോദിച്ചു കുറച്ച് വെള്ളമെങ്കിലും തരുമോ? ഒരു തുള്ളി വെള്ളവും നിങ്ങൾക്ക് വരില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. രണ്ടുപേരും വേദനയോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതുപോലത്തെ ഒരു ചുറ്റുമതിൽ കണ്ടു. ആ ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുന്നു. അപ്പൊ ഇതില് സീനിയറായ ആൾ അവിടെ ഇരുന്ന് കല്ല് പുറക്കി വെച്ച് അത് ശരിയാക്കി കൊടുക്കുക. അപ്പൊ ഈ ജൂനിയറായ ആള് ചോദിച്ചു, അല്ല നിനക്ക് വേറെ ഒരു ജോലിയില്ലേ? ഒരു നേരത്തെ ഭക്ഷണം തരാൻ മനസ്സില്ലാത്ത, ഒരു തുള്ളി വെള്ളം തരാത്ത യവറ്റകൾക്ക് എന്തിനാണ് ഈ മതില് കെട്ടിക്കൊടുക്കുന്നത്? ആ സമയത്ത് സീനിയറായ ആള് പറഞ്ഞു, നീ എന്റെ കൂടെ പഠിക്കാനല്ലേ വന്നത്? നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നിനക്ക് ഇനി ഒരക്ഷരം പറഞ്ഞു തരില്ല, നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. പിരിച്ചു വിട്ടു. പോകാൻ നേരത്ത് പറഞ്ഞു, നിനക്കറിയോ മോനെ, ഈ മതിലിന്റെ കഥ നിനക്കറിയോ? അമ്മൽ ജിദാറു ഫകാനത് ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന. ഈ പട്ടണത്തിലെ രണ്ട് അനാഥ മക്കളുടെ മതിലാണിത്. ഈ മതിലിന്റെ ചുവട്ടിൽ സ്വർണ്ണ നിധിയുണ്ട്. അവരുടെ വാപ്പ സാലിഹായിരുന്നു. കാന അബൂഹുമ സാലിഹ. അവരുടെ വാപ്പ സാലിഹായിരുന്നു. സാലിഹായ മനുഷ്യൻ മരിക്കാൻ നേരത്ത് ആ സ്വത്ത് ഈ മക്കളന്ന് മെച്ചൂരിറ്റി എത്താത്തതിന്റെ പേരില് ആ മക്കളുടെ സ്വത്ത് ആ മതിലിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിരുന്നു. ആ മതില് ഭംഗിയായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ മതില് പൊളിഞ്ഞു. ആ നിധി വെളിയിൽ വന്നാൽ ഈ മക്കൾക്ക് ഇപ്പോഴും നല്ല മെച്ചൂരിറ്റി എത്തിക്കിട്ടില്ല. ഈ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹു എന്നെ കടലിന്റെ നടുഭാഗത്ത് നിന്ന്, നടുക്കടലിൽ നിന്ന് എന്നെ ഇവിടെ എത്തിച്ചത് അതിനാണ്. അതുകൊണ്ട് ഞാൻ കെട്ടിക്കൊടുത്തതാണ്. ജൂനിയറായ മനുഷ്യൻ പറഞ്ഞു, സമ്മതിച്ചു, എനിക്കിത് അറിയില്ലായിരുന്നു. ഇതാരായി? രണ്ടുപേര്, സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ജൂനിയർ, സയ്യിദുനാ ഖളർ അലൈഹിസ്സലാം സീനിയർ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് മക്കളുടെ സ്വത്ത് അല്ലാഹു തആല നടുക്കടലിൽ ഇരുന്ന ഖളർ നബിയെ അങ്ങ് അകലെ നിന്ന് മൂസാ നബി കടന്നു വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് രണ്ടുപേരും കൂടി അത് കെട്ടിപ്പടുത്തി കൊടുക്കാനുള്ള കാരണം കാന അബൂഹുമ സാലിഹ. നിങ്ങൾ വാപ്പ ഉമ്മ നല്ല നല്ലവരായാൽ, സ്വാലിഹീങ്ങളായാൽ നിങ്ങളുടെ മക്കളുടെ സ്വത്ത് നശിക്കൂല. ഹറാമ് തിന്നരുത്, പലിശ തിന്നരുത്. ഒരാളെയും പറ്റിച്ചിട്ട് ഒരു പൈസ നമുക്ക് വേണ്ട സഹോദരങ്ങളെ. ഇന്ന് ഈ ഇരിക്കുന്നതിൽ ഞാൻ ചോദിക്കാം, കാസർഗോഡ് ബേക്കിൽ സമയമായില്ലല്ലോ, ബേക്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇതില് പൈസ കിട്ടാൻ ഇല്ലാത്ത ഒരാളുണ്ട്? കൊച്ചു മക്കളൊഴിച്ച് എനിക്ക് ഒരു രൂപയും കിട്ടാനില്ല എന്ന് പറയുന്ന ആരായതിനകത്തുള്ളത്? ഒരു പക്ഷേ ഒരു 30% ആളുകൾ പറയും നിങ്ങൾക്ക് കിട്ടാനില്ല. ആ 30% ആളുകളിൽ 20% ആളുകൾ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു ലോകമായിട്ട് ബന്ധമില്ലാത്ത ആളുകളായിരിക്കും. 10% ആളുകൾ അവര് അതിന്റെ ആവശ്യമില്ല അനുഭവങ്ങളിൽ നിന്ന് അവര് പാഠം ഉൾക്കൊണ്ടിട്ട് അവര് മര്യാദയ്ക്ക് നിൽക്കുന്നവരാണ്. 70% ആളുകൾക്കും കിട്ടാൻ പൈസ ഉണ്ടാവും. അതിൽ 50% പറ്റിക്കപ്പെട്ടതായിരിക്കും. 20% ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ മുടക്കിയതായിരിക്കും. ഒരു മനുഷ്യനെ ഉടുത്തിരിക്കുന്ന തുണിയെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ്.
അതാണ് കാലം. ഒരുത്തനെയും പൈസ ചോദിക്കാൻ വരുമ്പോ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് പറയും, റിഫായി ഷെയ്ഖിന്റെ പേര് പറയും. അങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ തഹജ്ജുദ് നിസ്കാരത്തിലായിരുന്നു, ഞാൻ ളുഹാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഖത്തം ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു, സ്വലാത്തൊരു 100 എണ്ണം കൂടെ ചെല്ലി തീർക്കാണ്ട്, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് സമീപിച്ചിട്ട് നല്ല പുള്ള അങ്ങോട്ട് ചമയും. അവസാനം നമ്മളെന്ന് പൈസ വാങ്ങിയാലോ ലോകത്തെ മുഴുവൻ മന്ത്രവാദിമാരും മഷിയിട്ട് നോക്കിയാൽ ഈ മഹാനെ പിന്നെ കാണാൻ പറ്റൂല. നമ്മൾ വിളിച്ചാട്ട് ഫോൺ എടുക്കുകയില്ല. പൈസയിൽ, സമ്പത്തിൽ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ മക്കൾക്ക് ഭക്ഷണം തിന്നാൻ കൊടുത്തിട്ട് രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ അവരുടെ ഭാവിയാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ പ്രിയപ്പെട്ട ബേക്കല ഉമ്മ, കാസർഗോഡത്തെ പ്രിയപ്പെട്ട ഉപ്പ, ഹറാമല്ലാത്തത് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ. ഹലാലായ മാത്രം പോലെ തൊയ്യിബത്താകണേ. അക്കലത്ത് തൊയ്യിബ, തേനീച്ച നല്ലതേ കഴിക്കൂ. അതുകൊണ്ട് തേനീച്ചയെ പോലെയാ സത്യവിശ്വാസി. ഇനി നിങ്ങൾക്കറിയോ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു, സൂഫിയാക്കളുടെ ലോകത്തെ പ്രശസ്തനായ പ്രസിദ്ധനായ പ്രമുഖനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നടന്നു വരികയാ. നടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് തൊട്ട് അയൽവാസിയായ സഹോദരന്റെ വേലക്കാരി പാല് കൊടുക്കുകയാ. ഓടി വന്നിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങള് ആ പെണ്ണിന്റെ മടിയിൽ നിന്ന് സ്തനപാനം നടത്തിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ വലിച്ചെടുത്തിട്ട് 2 വിരലാ കുഞ്ഞിന്റെ വായിലേക്ക് കയറ്റി. എന്നിട്ട് അവസാനത്തെ തുള്ളിപ്പാലും ആമാശയത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെ ഛർദിപ്പിച്ചു കളഞ്ഞില്ലേ. ആളുകൾ ചോദിച്ചു, ജുനൈദേ നീ എന്തിനാണ് പണി ചെയ്തത്? ആ സമയത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, എന്റെ അയൽക്കാരൻ പലിശക്കാരനാ. ആ പലിശക്കാരനായ അയൽക്കാരന്റെ ഭക്ഷണമല്ലേ വേലക്കാരി കഴിക്കുന്നത്? ആ വേലക്കാരി കഴിച്ച ഭക്ഷണം ഹറാമല്ലേ? ആ ഹറാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് എന്റെ കുഞ്ഞിന്റെ പള്ളയിലേക്ക് പോയാൽ, വയറ്റത്ത് പോയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, ഏതൊരു ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രക്തം അത് ഹറാമിൽ നിന്നാണ് ഉൽപാദനമെങ്കിൽ അന്നാറു ഔലാദിഹി, അവന് നരകം തന്നെയാണ് അനിവാര്യമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ നരകത്തിൽ വിടാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ വേലക്കാരിയായ അയൽക്കാരന്റെ വേലക്കാരിയുടെ മടിയിൽ നിന്ന് വലിച്ചെടുത്തുവെങ്കിൽ, പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് ഹറാം കൊടുക്കരുത്, ഹലാലേ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പൊ തേനീച്ചയെ പോലെയാണ് സത്യവിശ്വാസി. കാരണം ഒന്ന്, അക്കലത്ത് ത്വയ്യിബ, നല്ലതേ കഴിക്കാറുള്ളൂ. ഇനി രണ്ടാമത്തത് കേട്ടോ, 11 മണിക്ക് 11:15 അവസ്ഥ 11:15. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട, നിങ്ങള് ഇരുന്നോളി. ഞാൻ എവിടെന്നാ വന്നേ? ഞാന് ഇന്നലത്തെ പ്രസംഗം കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിലെത്തപ്പോഴേക്ക് 12 മണിയായി തോന്നുന്നു. 12, 11, 11:30 മണിയായി. കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു, ട്രെയിൻ കയറി. ഇവിടെ വന്ന് 7-7:15 മണിക്ക് കാസർഗോഡ് വന്നു. ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര ചെയ്ത് കാസർഗോഡ് വന്നു. കാസർഗോഡ് നിന്ന് നേരെ ഇവിടെ വന്നു. ഇവിടെ നിന്ന് നേരെ പ്രസംഗിക്കാൻ കയറി. അപ്പൊ നാളത്തെ ഒരു പരിപാടി മണിക്കത്തുള്ളത് കൊണ്ട് നാളെ ഇവിടെ പകല് നമുക്ക് റെസ്റ്റിന് സമയം കിട്ടും. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും തിരിക്കണ്ടേ? നാളെ വൈകുന്നേരം അല്ലേ എന്റെ നാട്ടിലെത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11:15 നമ്മൾ ദുആ ചെയ്ത് വരും. 1/2 മണിക്കൂർ നിങ്ങൾ ഇരുന്നാൽ മതി, ഒരു പിരിവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തേനീച്ചയുടെ ഉദാഹരണമാണ് സത്യവിശ്വാസിയുടെ ഉപമ. കാരണം തേനീച്ചയുടെ രണ്ടാമത്തെ പ്രത്യേകത അത് പുറത്തു കൊടുക്കുന്നത് ത്വയ്യിബാൻ. പുറത്തു കൊടുക്കുന്നത് ത്വയ്യിബാൻ. നമ്മളെന്താ പുറത്തു കൊടുക്കേണ്ടത്? അത് തേനാണ് തേനീച്ച കൊടുക്കുന്നത്. നമ്മൾ പുറത്തു കൊടുക്കുന്നത് ത്വയ്യിബാകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രകടനങ്ങൾ
നമ്മുടെ പ്രവർത്തനങ്ങൾ ആളുകൾക്ക് പരിശുദ്ധമാകണം, ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ഇഷ്ടം വരുന്നതാകണം, ജനങ്ങൾക്ക് ഉപകാരമുള്ളതാകണം, ജനങ്ങൾക്ക് വെറുപ്പുള്ളതാകാൻ പാടുള്ളതല്ല. ജനങ്ങൾക്ക് ഉപകാരമുള്ളതാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ഒരാൾക്ക് നമ്മൾ കാരണം ശല്യം വരാൻ പാടില്ല. നിങ്ങൾക്കറിയോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിശി വലൽ ബദീ. റസൂലുള്ളാഹി പറയുകയാണ്, ഒരു സത്യവിശ്വാസി ലൈസൽ മുഅ്മിനു ബിത്തആ, വല്ലാത്ത വിമർശകനാകാൻ സത്യവിശ്വാസിക്ക് കഴിയൂല. ആളുകൾ എന്ത് പറഞ്ഞാലും വിമർശന ബുദ്ധി, വിമർശനത്തോടെ വിമർശനം നടത്തുന്നവരുണ്ടല്ലോ. ഇന്ന് സോഷ്യൽ മീഡിയ പരതിയാലറിയാ എവിടെ ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും വിശ്വാസികളുടെ ഫേക്ക് ഐഡിയയോ അല്ലെങ്കിൽ വിശ്വാസികൾ തന്നെയോ ആണല്ലോ. പ്രിയപ്പെട്ടവരെ, സാദാത്യങ്ങളെ വിടുന്നില്ല, ഉലമാക്കളെ വിടുന്നില്ല, പള്ളികളെ വിടുന്നില്ല, മഹാന്മാരെ വിടുന്നില്ല, സാധാരണക്കാരെ വിടുന്നില്ല. എല്ലാം കടുത്ത വിമർശനമാണ്. നിസാര കാര്യത്തിനും വിമർശനത്തോട് വിമർശനമാണ്. രണ്ടാമത് റസൂലുള്ളാഹി പറയുന്നു, വലല്ല, ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ശപിക്കുന്നവനാകാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ നാശത്തിന് വേണ്ടി ശപിക്കുന്ന വാക്കുകൾ പറയുന്ന, ശാപവാക്ക് പറയുന്നവനെ സത്യവിശ്വാസിയല്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി പറയുന്നു, വലൽ ഫാഹിശി, അശ്ലീലതയുള്ളവനാകാൻ, സഭ്യതയില്ലാത്തവനാകാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയില്ല. ഒരിക്കലും സത്യവിശ്വാസി സഭ്യതയില്ലാത്തവനാവൂല, സഭ്യമായ വാക്കുകൾ പറയുന്നവനാകണം. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല വർത്തമാന സദഖയാ, നല്ല വർത്തമാന സദഖയാണ്. ആരോടും നമ്മൾ പറയുന്നത് അവർക്ക് വേദന വരാൻ പാടില്ല. അല്ലാഹു സ്വന്തമാണ്, ഞാനാണ് പടച്ചവനെന്ന് പറഞ്ഞ, എല്ലാ പ്രവാചകന്മാരെയും കളവാക്കിയ, ആൺമക്കളെ കൊന്നുകളഞ്ഞ, അവിടുത്തെ ഒരു ജനതയെ ശണ്ഡീകരിച്ച, ആളുകളെ തമ്മിലെടുപ്പിച്ച, പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ സ്വേച്ഛാധിപതി, ഏകാധിപതി, സഹോദരങ്ങളെ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷവിത്വഭാഗിയ ഫിർഔൻ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസ നബിയോട് പറഞ്ഞതെന്താ, ഹാറൂൻ നബിയോട് പറഞ്ഞതെന്താ, ഈ ഫിർഔന്റെ അടുക്കൽ നിങ്ങൾ പോകുമ്പോ ഫിർഔന് വഴിവിട്ട ജീവിതമാണ്, നിങ്ങൾ പോകൂ പ്രവാചകന്മാരെ. മൂസ നബിയോട് ഹാറൂൻ നബിയോടും പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖുലാലഹു ഖൗലൽ ലയ്യിനാ, അവരുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ മയമായ വാക്ക് പറയുക, മാന്യതയുള്ള വാക്ക് പറയുക. എന്തെല്ലാം പറയാം? തൗഹീദിന് വിരുദ്ധമായവൻ, മുശ്രിക്കായവൻ, പാവങ്ങളെ കൊന്നൊടുക്കിയവൻ, അവന്റെ മുമ്പിൽ എന്താണ് നമ്മൾ, ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു, ഖുലാലഹു ഖൗലൽ ലയ്യിനാ, മയമായിട്ട് വേണം സംസാരിക്കാൻ. ആളുകൾക്ക് നമ്മളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ത്വയ്യിബത്താകണം നമ്മുടെ പ്രവർത്തനം, നോട്ടം ത്വയ്യിബത്താകണം, വാക്കുകൾ ത്വയ്യിബത്താകണം, പ്രവർത്തനങ്ങൾ ത്വയ്യിബത്താകണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖൂലു ലിന്നാസി ഹുസ്ന, മുഅ്മിനീങ്ങളോടല്ല, ഖൂലു ലിന്നാസ്, അന്നാസിനോട്, മനുഷ്യനോട്, ആരും ആയിക്കോട്ടെ, ഹുസ്ന, നല്ല വാക്കുകളെ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലൽ ഫാഹിശി, ഒരിക്കലും സഭ്യതയില്ലാത്ത വാക്കുകൾ പറയുന്നവൻ, സഭ്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ സത്യവിശ്വാസിയല്ല. തേനീച്ച എപ്പോഴും പുറത്തു കൊടുക്കുന്നത് വൈവിധ്യമാർന്ന വർണ്ണശബളമായ പല വർണ്ണ നിറങ്ങളിലുള്ള രുചി കൂട്ടുകളുള്ള അഹ്മറും അസ്വദും അബിയലുമായ തേനിനെയാണ് ആ തേനീച്ച പകർന്നു കൊടുക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മനുഷ്യൻ സത്യവിശ്വാസി അങ്ങനെയാകണം, അങ്ങനെയാകണം. അവസാനം പറഞ്ഞു, വലൽ ബദീ, ഒരു സത്യവിശ്വാസി തരം താണവനാവൂല, ഒരു സത്യവിശ്വാസി തരം താണവനാവൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുന്ന
ട്രാവൽ ചെയ്യാൻ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്ന ആളുകളെ ഫ്ലൈറ്റ് മിസ്സാകുന്ന നിലയിൽ കോമാളികളായി മാറിയ ഒരു സമൂഹം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടാവോ? വിഷമാവൂലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഈ സ്ത്രീധന സമ്പ്രദായം കൂടുതലുള്ള തെക്കാണെന്ന്. മതപരമായിട്ട് വളരെ പിന്നിലാണ്, അതൊക്കെ ശരിയാണ്. കാസർഗോഡൊക്കെ വന്നിറങ്ങിയ മതപരമായിട്ട് തൊപ്പി വെച്ചവർ, ദാടി വെച്ചവർ, ചെറുപ്പക്കാരൊക്കെ നല്ല പക്വമതികൾ. സ്ത്രീകൾ 99.4% പർദ്ദയിട്ടവർ അല്ലേ? കണ്ണൂർ ജില്ലയിൽ കുറച്ചുകൂടെ കുറയും, കോഴിക്കോട് ജില്ലയിൽ അല്പം കൂടെ കുറയും, മലപ്പുറം ജില്ലയിൽ അല്പം കൂടെ കുറയും. അങ്ങനെ വന്ന് തിരുവനന്തപുരം ജില്ലയിൽ വളരെ കുറച്ച് പർദ്ദയുള്ളൂ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും വിവാഹത്തിന്റെ പേക്കൂത്തുകൾ ഏറ്റവും കൂടുതൽ തുടങ്ങിക്കൊടുക്കുന്നത് ഈ ജില്ലകളിൽ നിന്നാണ്. JCB-യിൽ കൊണ്ടുവരിക, ടിപ്പറിൽ കൊണ്ടുവരിക, കറിച്ചട്ടിയിൽ ആഹാരം കൊടുക്കുക. ഒരുത്തന്റെ കല്യാണം കഴിഞ്ഞപ്പോ എന്താ ചെയ്തെന്നറിയോ? നിസ്കാരമില്ലാത്തവനാണ്. കൂട്ടുകാരൊക്കെ നിസ്കാരമില്ലാത്തവന്മാരാ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മധുവിധു ആഘോഷത്തിന്റെ ആ മലർമെത്തയിൽ തന്റെ മധുനുകരാൻ കാത്തിരിക്കുന്ന വധുവിന്റെ മുന്നിൽ വരൻ മനസ്സിന്റെ ചെപ്പ് തുറക്കുന്ന സമയത്ത് ഒരു കുത്തുബിയത്തും ഹദ്ദാദിന്റെ ബുക്കുമായിട്ട് യോമരം കയറി ഹദ്ദാദ് ഓതാൻ തുടങ്ങി. ഹദ്ദാദ്, റാത്തീബ്, കുത്തുബിയത്ത് സകല അറിയുന്നതൊക്കെ ഓതി അവിടെ ഇരിക്കാൻ. അവരുടെ ലക്ഷ്യം എന്താണ്? ഇവർ ഉറങ്ങരുത്, കിടക്കരുത്, ഇവർ പരസ്പരം സംസാരിക്കരുത്. അല്പ കടന്ന കൈയായി പോയൊരു സ്ഥലമുണ്ട്. ആ ദമ്പതിമാരറിയാതെ ജനാലയുടെ കൊളുത്തഴിച്ചിട്ടു. ദമ്പതിമാരറിഞ്ഞില്ല. ദമ്പതിമാര് കിടന്ന് പരസ്പരം മനസ്സ് കൈമാറി. രാത്രി അവർ കിടന്നപ്പോൾ ജനാല തുറന്നിട്ട് ഒരു പൈപ്പ്, ഒരു ഓസെടുത്തകത്തിട്ട് പൈപ്പ് തുറന്നു വിട്ടു. വെള്ളം നിറച്ചു റൂമിനകത്ത്. അവര് കരുതി കൂട്ടുകാരെന്താ രസകരമായി ചിന്തിച്ചത്, അവര് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് ഓളം വെട്ടട്ടെ എന്നാണ്. പക്ഷെ ബെഡ് സ്വിച്ച് ഇരിക്കുന്ന ഭാഗത്ത് വെള്ളമെത്തി. ആ വൈദ്യുതി പ്രവാഹം കൊണ്ട് പ്രിയപ്പെട്ടവരെ നേരം വെളുത്തപ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഊഷ്മളമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ദമ്പതിമാർക്ക് ഒരൊറ്റ രാത്രി മാത്രമാണ് അല്ലാഹു തആല ജീവിക്കാൻ അവസരം കൊടുത്തത്. ആ ഷോക്കേറ്റുകൊണ്ട് അവർ മരിച്ചുപോയി രണ്ടുപേരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കൂട്ടുകാർ ഇങ്ങനെയല്ല. കൂട്ടുകാർക്ക് അവർക്ക് എന്തു വേണോ ചെയ്യാമല്ലോ, ആകാമല്ലോ. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന്റെ പരിവേഷം കെട്ടിയിട്ട് ഇസ്ലാമിനെതിരെ കൊന്നണം കുട്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. ഞാൻ സംഘടനകളെ കുറ്റം പറയില്ല, രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയില്ല, പെണ്ണിന്റെ ഉപ്പാനെയും ചെക്കനെയും ചെക്കന്റെ കൂട്ടുകാരെയും കുറ്റം പറയില്ല. വിവരം കുറവാ. ഞാൻ കുറ്റം പറയുന്നത്, വിമർശിക്കുന്നത് ആർക്ക് വേദനിച്ചാലും ആർക്ക് നൊമ്പരപ്പെട്ടാലും പറയുന്നു. ഉലമാക്കളും ഉമറാക്കളും ഇതിന് സമാധാനം പറയണം. മനസ്സിലായില്ല? പള്ളിയിലെ ഖത്തീബും കമ്മിറ്റിക്കാരും സമാധാനം പറയണോ? എന്തിനാ മൊയ്ലിയാർ അൽഫാത്തി വിളിക്കാൻ പോകുന്നേ? ഇങ്ങനെയുള്ള കല്യാണങ്ങൾ കമ്മിറ്റിക്കാർ എന്തിനാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? കല്യാണത്തിന്റെ അനുവാദം കൊടുക്കുന്ന എന്തിനാണ്? ചോദിക്കണം. കോമാളിത്തരം കാണിക്കോ? നിന്റെ വിവാഹത്തിൽ എന്തെങ്കിലും അനിസ്ലാമിക പ്രവർത്തനങ്ങൾ കാണുമോ? ഇല്ല എന്ന് ഉറപ്പ് വാങ്ങിയിട്ട് വേണം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. അല്ലാതെ കൊടുക്കരുത്. ഇമാമ് ചോദിക്കണം, ഞാൻ വന്ന് നടത്തിത്തരാം. ശരീഅത്തിന് വിരുദ്ധമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിന്റെയോ കൂട്ടുകാരുടെയോ ഭാഗത്തു നിന്നുണ്ടായാൽ നീ പണിഷ്മെന്റ്, ഈ പള്ളിക്ക് പെനാൽറ്റി അടയ്ക്കണം, 1 ലക്ഷം രൂപ അടയ്ക്കണം. അങ്ങനെ അടിച്ചു നോക്ക്. ഒരു മഹല്ലത്തില് ചെക്കനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ എന്തോ അല്പം കടന്നുപോയി. ഈ ചെണ്ട അടിക്കുക എന്തൊക്കെ ചെയ്തു. 25,000 ചെക്കന്റെ വാപ്പാക്ക് അടിച്ചു കൊടുത്തു. അയാൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാന്? ഇപ്പൊ ആ നാട്ടില് പേടിച്ചിട്ട് പ്ലേറ്റിൽ ആഹാരം കൊടുക്കൂല, ഡിസ്പോസബിൾ പ്ലേറ്റിലാണ് ചോറ് കൊടുക്കുന്നത്. കാരണം എങ്ങാനും കയറി 2 എണ്ണം കൂടെ തമ്മിൽ അടിച്ച് ശബ്ദം കേട്ട് കമ്മിറ്റിക്കാർ പറയാണ് 5,000 പെനാൽറ്റി അടിച്ചു കൊടുത്താൽ തീർന്നില്ല, അതുകൊണ്ട് ഡിസ്പോസബിൾ പ്ലേറ്റിലാകുമ്പോ ചോറ് പോലും കൊടുക്കുന്ന അവിടെ. അങ്ങനെ അവിടെ പേടിക്കണം, മുട്ടിട്ട് വിറയ്ക്കണം. അതിന് കമ്മിറ്റിക്കാർക്ക് ദുനിയാവിൽ കഴിയുള്ളൂ. ഒരു സംഘടന വിചാരിച്ചാലും കഴിയൂല. അടുത്ത സംഘടനയെ പോയാൽ ഫ്രീ. ഒരു പാർട്ടിയിൽ നടക്കൂല, ഒരാൾ വിചാരിച്ചാലും നടക്കൂല. നമ്മൾ പറയാൻ ചെന്നാൽ നമ്മളെ വളഞ്ഞിട്ടടിക്കും, ചിലപ്പോ കുത്തി കൊന്നുകളയും. അതാണ് ഇപ്പോഴത്തെ തലമുറ. കഞ്ചാവ് തലയ്ക്ക് പിടിച്ചിട്ട് എന്താ ഏതാന്നൊരു ബോധമില്ലാത്തവരാ. കഴിയുന്ന ഒരേ ഒരു വിഭാഗം, ആദ്യത്തെ വിഭാഗം മഹല്ല് സംവിധാനങ്ങളാണ്.
അതിനാണ് മഹല്ല് സംവിധാനം. അല്ലാതെ ഉറൂസ് നടത്താനും ലൈറ്റ് ഇടാനും ട്യൂബ് മാറ്റാനും ഹൗദിൽ വെള്ളം നിറയ്ക്കാനും കമ്മിറ്റി വിളിക്കാനും മാത്രമല്ല ഒരു മഹല്ലത്ത്. മറിച്ച് ആ മഹല്ലത്തിന്റെ പരിധിയിൽ നടക്കുന്ന അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവലങ്ങിടാൻ ആ നാട്ടിലെ മഹല്ല് സംവിധാനങ്ങൾക്ക് കഴിയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അതിന് മാതൃകയായി നമ്മുടെ മഹല്ലത്തിനെ, നമ്മുടെ മഹല്ലുകളെ അള്ളാഹു മാറ്റട്ടെ എന്ന് ഞാൻ ഇത്തരണത്തിൽ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത്, ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് ത്വയ്യിബത്താകണം. തേനീച്ച അങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്കും അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടാകണം. തീരുന്നില്ല. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വവഖഅത്ത്, ഈ തേനീച്ച എവിടെയെങ്കിലും പോയിരുന്ന അവിടെ പൊട്ടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ അവിടെ ഫസാദ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യൂല ഈ തേനീച്ച. പച്ച പാവമാണ് തേനീച്ച. അപ്പൊ എന്നെ ഇവിടെ കുത്തിയല്ലോ, അതെന്താ പ്രശ്നം? നീ പോയി അങ്ങോട്ട് ബഹളം ഉണ്ടാക്കാൻ ചെന്നിട്ടല്ലേ? നീ അങ്ങോട്ട് കയറി അതിന്റെ തേൻ. ഓരോന്നിനും ഓരോ സമയമുണ്ട് സഹോദരങ്ങളെ. എനിക്ക് ഗൾഫിൽ പോകാനുണ്ട്, അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് 8 മാസേ ആയുള്ളൂ. ഇനി 1 മാസവും 10 ദിവസവും എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. അറബി വിളിക്കുന്നു. അതുകൊണ്ട് എന്തായിരുന്നാലും ഞാൻ എന്റെ ഭാര്യയെ പെട്ടെന്ന് തന്നെ പ്രസവിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഭർത്താവിന് പ്രസവിപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ പ്രസവിപ്പിക്കുന്ന ആ കുട്ടിക്ക് പൂർണ്ണ വളർച്ച എത്തുവോ? മാമ്പഴം പിടിച്ചു നിൽക്കുന്ന മാവിൽ ചെന്നിട്ട് എനിക്ക് കഴിച്ചോളാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ പറിച്ചാൽ അത് പൂർണ്ണതയിലെത്തൂല. ആ പഴം മാവിന്റെ എല്ലാം ഊറ്റിയെടുത്ത് മാവ് മാങ്ങയ്ക്ക് കൊടുക്കുന്ന സർവ്വതും നിൽക്കുമ്പോ അതിന് പാകമാകുമ്പോ ആ മാങ്ങ വിഴുന്നു. അപ്പോഴും കിട്ടുന്ന മാങ്ങയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഒരു തേനീച്ച അതിന്റെ ഉൽപാദനം കഴിഞ്ഞ് നമുക്ക് തരും. അതിന് അള്ള കൊടുത്ത ഡ്യൂട്ടിയാണ്. അതിന് മുമ്പ് ചെന്ന് കൈയിട്ട് വാരാൻ നിൽക്കുമ്പോഴും മോന്തൊക്കെ കുത്തി തരുന്നത്. അത് നമ്മുടെ കുറ്റമാണ്, അല്ലാതെ തേനീച്ചയുടെ കുറ്റമല്ല. അത് ആരെയും ഉപദ്രവിക്കാത്ത ജീവിയാ. അത് ഒരു പ്രശ്നത്തിന് പോകുന്നില്ല. വെറുതെ പോകുമ്പോഴേ കല്ലെടുത്തെറിയുമ്പോഴാണ് കൂടോടെ അത് ഓട്ടിക്കുന്നത് നമ്മളെ. അല്ലാതെ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുരക്ഷിതത്വം നൽകുന്നതാണ് തേനീച്ച. ആസിം റളിയല്ലാഹുവിനെ തൻഈമിന്റെ മണ്ണിൽ വെച്ച് ശത്രുക്കൾ കൊല്ലുമ്പോ ദുആ ചെയ്തു, പടച്ചോനെ എന്നെ അവര് കൊന്ന് ഷഹീദായാൽ എന്റെ മയ്യത്ത് വികൃതമാക്കാൻ നീ അവരെ അനുവദിക്കല്ലേ തമ്പുരാനെ. ദുആ ചെയ്ത് ആസിം റളിയല്ലാഹുവിന്റെ ദുആ തീർന്നപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ ശത്രുക്കൾ ആ മയ്യത്ത് ജനാസയെ വികൃതമാക്കാൻ വേണ്ടി വന്നപ്പോ അള്ളാഹുവിന്റെ പട്ടാളം വന്നു. അള്ളാന്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാന്റെ പട്ടാളത്തിന്റെ കയ്യിൽ തോക്കോ വെടിയുണ്ടയോ ബോംബോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അള്ളാന്റെ പട്ടാളം മുഹമ്മദ് തേനീച്ചകളായിരുന്നു. 4 ഭാഗത്തും തേനീച്ച ആസിം തങ്ങളെ വലയം ചെയ്തു. വിവരറിയും തേനീച്ചയെ സമീപിച്ചാൽ ശത്രുക്കൾ മാറി. അവസാനം അവിചാരിതമായ മഴ പെയ്തു. എവിടെ നിന്നോ വെള്ളം ഒഴുകി വന്നു. ആ മയ്യത്തെടുത്ത് കൊണ്ടുപോയി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥലം, ഇടപെടുന്ന മേഖലകൾ ആർക്കൊരു ദുൽമില്ലാത്ത നിലയിൽ നല്ലവരാകണം നമ്മൾ. ഒരു ഉപദ്രവവും നമ്മുടെ ഭാഗത്ത് നിന്ന് ആർക്കുണ്ടാകാൻ പാടില്ല. ഇതേതു മാസമാണ്? പരിശുദ്ധമായ റജബല്ലേ. ഈ 4 മാസങ്ങൾ പവിത്രമാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബും പവിത്രമാണ്. ഈ 4 മാസങ്ങളിൽ അക്രമം പാടില്ല. ഫലാ തൽമൂ ഫീഹിൻ അൻഫുസകും, നിങ്ങൾ ദുൽമ കാണിക്കല്ലേ, നിങ്ങൾ ദുൽമ ചെയ്യല്ലേ, അക്രമം കാണിക്കല്ലേ എന്ന് ഖുർആൻ പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളോട് നമുക്കൊരു അക്രമം വേണ്ട, ഒരാളോട് നമുക്ക് ദുൽമ വേണ്ട. നിങ്ങൾക്കറിയോ ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് തരുന്ന സഹായം എന്തെന്നറിയോ? അല്ലാഹു സൂറത്തു നിസായിലൂടെ പറയുകയാ, ഫബിളുൽ മിനല്ലദീന ഹാദൂ ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ വഹല്ലതു ലഹു. അല്ലാഹു പറയുകയാണ് സൂറത്തു നിസായിലൂടെ, ഫബിളുൽ മിനല്ലദീന ഹാദൂ, ജൂതന്മാർ യഹൂദികൾ ദുൽമ ചെയ്യാൻ തുടങ്ങിയപ്പോ അല്ലാഹു അവർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കൊടുത്തു. കഴിക്കണമെന്ന ഭക്ഷണം ആഗ്രഹം വന്നപ്പോ മന്ന സൽവ എന്ന കാടപ്പക്ഷിയുടെ ഇറച്ചിയും അതുപോലെ മധുര പലഹാരവും ഇറക്കി കൊടുത്തു. അല്ലാഹു മേഘം തണലിട്ട് കൊടുത്തു. അല്ലാഹു അവർക്ക് ചെങ്കടൽ പിളർത്തിയിട്ട് പാറയൊരുക്കി കൊടുത്തു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു കൊടുത്തല്ലോ. അവരക്രമകാരികളായി ആ അക്രമം ഇന്നും ഫലസ്തീന്റെ മണ്ണിൽ തുടർന്നു കൊണ്ടിരിക്കുകയാ. അങ്ങനെ അക്രമകാരികളായപ്പോൾ അല്ലാഹു പറയുകയാണ്, ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ വഹല്ലതു ലഹു, അവർക്ക് ഞാൻ അനുവദിച്ചതെല്ലാം നിഷിദ്ധമാക്കി. പ്രിയപ്പെട്ടവരെ, ദുൽമ നമ്മൾ ചെയ്യോ, അല്ലാഹു അനുവദിച്ചതല്ല തിരിച്ചെടുക്കും, സംശയമില്ല. ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് തടഞ്ഞു വെക്കും, മാന്യ
മാന്യമായ ഭക്ഷണം കിട്ടൂല, കുടിക്കാൻ വെള്ളം കിട്ടൂല, ധരിക്കാൻ വസ്ത്രം കിട്ടൂല. അല്ലാഹു നമ്മളെ നശിപ്പിച്ചു കളയും, ഒരു സംശയം വേണ്ട. ഇനി ആഖിറത്തിൽ പോയാലോ സഹോദരങ്ങളെ, അല്ലാഹു പറയുന്ന സൂറത്തുൽ അൻആമില് അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ല പറയുകയാണ്, ആരാണോ സത്യവിശ്വാസം ഉൾക്കൊണ്ടത്, എന്നിട്ട് ആരാണോ ഈമാനികമായ ജീവിതം നയിച്ചത്, എന്നിട്ട് അവർ ഉൽമ ചെയ്തില്ലെങ്കിൽ അല്ല പറയുന്ന ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നാളെ ആഖിറത്തിൽ നിർഭയത്വമല്ല നൽകുന്നതാ, അവർക്ക് അല്ലാഹു സർവ്വ അനുഗ്രഹങ്ങളും കൊടുക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, ലോകത്തെ കണ്ടുപിടുത്തങ്ങൾ വലുതാണ്. ഇന്ന് ചന്ദ്രനിൽ ശിവശക്തി നഗരമുണ്ടെന്നല്ലേ പറയപ്പെടുന്നത്. ലോകം പുരോഗമിച്ച് ശാസ്ത്രം കുറിച്ചു വാഴുന്നു, എല്ലാത്തിനും മരുന്ന് കണ്ടുപിടിച്ചല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ എനിക്ക് കോലം മാറിയിട്ട് ഷാഫി ഉസ്താദിന്റെ കോലമാകണോ, എനിക്കാകാൻ പറ്റും സഹോദരങ്ങള്. ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു. ആ രീതിയിൽ എല്ലാ സ്ഥലത്തും കോസ്മോറ്റിക് പ്ലാസ്റ്റിക് സർജറി സംവിധാനം ഉടലെടുത്തപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണേ, എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷേ وكل جراحة فلها دواء وسوء الخلق ليس له دواء. എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷേ സഹോദരങ്ങളെ എപ്പോഴും മനസ്സിലാക്കണം, ദുസ്വഭാവത്തിന് മരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മസലൽ മുഅ്മിനീന കമസലിൻ നഹ്ല, തേനീച്ചയെ പോലെയാണ് സത്യവിശ്വാസി. അകലത്തു തയ്യിബ, നല്ലതേ കഴിക്കൂ, വവളഅത്തു തയ്യിബ, നല്ലതേ പ്രവർത്തിക്കൂ. എന്നിട്ടോ വവഖഅത്ത് ലം തുക്സിർ വലം തുഫ്സിദ്, ഒരാൾക്കും ഒരു ദുൽമില്ലാത്ത നല്ല ജീവിതമാണ്. സർവശക്തനായ അല്ലാഹ് ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.